ജിഷ്ണു, മറ്റൊരു കാര്യം, ഇത്തവണത്തെ അതിഥികൾ യൂറോപ്യൻ കൗൺസിലും യൂറോപ്യൻ കമ്മീഷനും നേതൃത്വം നൽകുന്നവരാണ് വന്നിരിക്കുന്നത്. യൂറോപ്യൻ കൗൺസിൽ എന്ന് പറയുമ്പോൾ അത് യൂറോപ്യൻ യൂണിയനിലെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്, അവിടുത്തെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ രാഷ്ട്രപതിമാരോ ആണ് യൂറോപ്യൻ കൗൺസിൽ കംപ്രൈസ് ചെയ്യുന്നത്. യൂറോപ്യൻ കമ്മീഷൻ ആവട്ടെ അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എന്ന് പറയാം. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് നടപ്പാക്കുന്നതും ഓവർസീ ചെയ്യുന്നതും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യൂറോപ്യൻ കൗൺസിൽ എന്ന് പറയുന്നത് അതാത് രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിക്കുന്നവരുടെ കൂട്ടായ്മ. യൂറോപ്യൻ കമ്മീഷൻ ആവട്ടെ യൂറോപ്യൻ യൂണിയൻ്റെ ഒന്നാകെയുള്ള താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ജിഷ്ണു, ഈ ഒരു സാന്നിധ്യം അത് ഒരുപാട് അതിനൊരു പ്രസക്തി ഉണ്ട്, പ്രാധാന്യമുണ്ട്. കാരണം യൂറോപ്യൻ യൂണിയനും US-ഉം തമ്മിൽ തെറ്റി നിൽക്കുന്ന സമയമാണ്. ഭാരതത്തിന് അമേരിക്ക തീരുവ ഏർപ്പെടുത്തുന്നതിന് പിന്നാലെ ഭാരതം ഒരു നിർണായക നിലപാട് സ്വീകരിക്കുന്നു. യൂറോപ്യൻ യൂണിയനെ തന്നെ അതിലെ മുഖ്യ നേതാക്കളെ തന്നെ അതിഥികളായി കൊണ്ടുവരുന്നു. നയതന്ത്ര തലത്തിൽ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, അത്രമേൽ ചർച്ചയ്ക്ക് പ്രാധാന്യമുള്ള വക തന്നെയാണ് ഭാരതം ഇന്ന്. അടുത്ത ഘട്ടമായ ഉച്ചകോടിയിൽ ബൈലാറ്ററൽ ടോക്സ്, എന്തിനാണ് ട്രേഡ് എഗ്രിമെൻ്റുള്ള. ജിഷ്ണു, കേവലം അതിഥികൾ എന്നതിന് അപ്പുറത്തേക്ക് ഇവരുടെ ഒരു സാന്നിധ്യവും ഉച്ചകോടിയും ചർച്ചയും ഭാരത യൂറോപ്യൻ യൂണിയൻ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക്, വ്യാപാര കരാറിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു ആദ്യഘട്ടം വളരെ ആവേശത്തോടു കൂടിയാണ് യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് എത്തിയത്, അല്ലേ ജിഷ്ണു? പ്രതിഫല തീർച്ചയായും യൂറോപ്യൻ യൂണിയനുമായുള്ള ഭാരതത്തിൻ്റെ വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ വ്യാപാര കരാർ ഉണ്ടാക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ഉഭയകക്ഷി ചർച്ചകൾ മുൻപോട്ട് പോയിട്ടുള്ളത്. കൃത്യമായും അന്താരാഷ്ട്ര തലത്തിൽ പരിശോധിക്കുമ്പോൾ ഭാരതം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്, നേരത്തെ അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ അമേരിക്ക ഭാരതത്തിന് മേലൊരു തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉപരോധത്ത് എന്നതിനപ്പുറത്തേക്ക് ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ അതിനെ എതിർക്കാതെ, അമേരിക്കയെ കൂടുതൽ എതിർക്കാൻ പോകാതെ അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്ന കൃത്യമായ നയരൂപീകരണമായിരുന്നു മോദി സർക്കാർ നടത്തിയത്. അതിൻ്റെ പ്രഖ്യാപനവും നരേന്ദ്രമോദി തന്നെ നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ടാകും. അമേരിക്കയുടെ ഈ തീരുമാനങ്ങൾ ചില പ്രതിസന്ധികൾ നമുക്ക് മുൻപിലേക്ക് എത്തിക്കാൻ, ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റു വിപണികളിൽ മികച്ച മൂല്യം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. അതിനനുസൃതമായിട്ടുള്ള ചർച്ചകളാണ് യൂറോപ്യൻ യൂണിയൻ്റെ കൗൺസിൽ പ്രസിഡന്റുമായും കമ്മീഷൻ പ്രസിഡന്റുമായും എല്ലാം തന്നെ ഇപ്പോൾ ഭാരതം നടത്തിയിട്ടുള്ളത്. അത് ശുഭകരമായിട്ടുള്ള വാർത്തയിലേക്ക് എത്തും. ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധം എന്നുള്ളത് അത്രമേൽ വ്യക്തമാണ്. അതായത് ഒരു രാഷ്ട്രവുമായും അനാവശ്യമായിട്ടുള്ള ശത്രുതയോ വൈരാഗ്യമോ വയ്ക്കാതെ എല്ലാവരുമായുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിലെ പ്രശ്നങ്ങളും ഭാരതം ചർച്ചയിലൂടെ പരിഹരിക്കുകയാണ്. അടുത്തിടെ വാണിജ്യ വകുപ്പ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത് അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ അടുത്തിടെ തന്നെ പരിഹരിക്കുമെന്ന ശുഭവാർത്തയുണ്ടാകും. അതിനൊരു സമയപരിധിയൊന്നും ഭാരതം വെച്ചിട്ടില്ല, പക്ഷേ ചർച്ച പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ എല്ലാ രാജ്യങ്ങളുമായി, ഭാരതത്തിൻ്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറാത്ത എല്ലാ രാജ്യങ്ങളുമായും സൗഹാർദ്ദപരമായി മുൻപോട്ട് പോവുക, ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന കൃത്യമായ നയതന്ത്ര നിലപാടാണ് ഭാരതം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമേൽ സ്വീകാര്യത ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന് ലഭിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏത് തീരുമാനവും കൈക്കൊള്ളാനും അത് അംഗീകരിക്കാനും സാധിക്കുന്ന ഒരു അഭിപ്രായങ്ങൾ പറയാനൊതുങ്ങുന്ന സൈനിക സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിയിരിക്കുമ്പോഴാണ് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ഭാരതം ആഘോഷിക്കുന്നത്. അത് വളരെ കൃത്യമായി വാക്കുകൾ കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളില്ലാതെ ഇന്ന് രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള ചൂണ്ടിക്കാണിക്കലായിരിക്കും ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഭാരതം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എവിടെ എത്തി നിൽക്കുന്നു, ഭാരതത്തിൻ്റെ സൈനിക ശക്തി എന്താണ്, ഭാരതം മുൻപോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്, ഇതെല്ലാം വാക്കുകൾ കൊണ്ടല്ലാതെ പ്രകടമാക്കുന്നതായിരിക്കും ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിന പരേഡ്. അതിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. S-400 എന്ന ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം, സുദർശന ചക്ര എന്ന ഭാരതം പേരിട്ട റഷ്യൻ നിർമ്മിത S-400 പ്രതിരോധ സംവിധാനം ആദ്യമായി റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ന് അണിനിരക്കുന്നുണ്ട്. S-400 എന്നുള്ളത് ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ അതിർത്തി കടന്നെത്തിയിരുന്ന ഡ്രോണുകളും വ്യോമമാർഗം എത്തിയിരുന്ന ഡ്രോണുകളും ഫൈറ്റർ ജെറ്റുകളും ഉൾപ്പെടെ അത്രയധികം ദൂരത്തിൽ ഡിറ്റക്ട് ചെയ്യുകയും അതിനെ നിർവീര്യമാക്കുകയും ചെയ്തതിൽ രാജ്യത്തിൻ്റെ വ്യോമ മേഖല കാത്തുസൂക്ഷിച്ച പ്രതിരോധ
മേഖലയിൽ ഭാരതത്തിൻ്റെ കുന്തമുന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന S-400 സുദർശന ചക്ര ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കും. കൂടാതെ സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ ആദ്യമായി തന്നെ ഈ പരേഡിൻ്റെ ഭാഗമാകുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭൈരവ് ബറ്റാലിയൻ, കൂടാതെ ബാക്ടീരിയൻ ഒട്ടകങ്ങൾ ഉൾപ്പെടെ അണിനിരക്കുന്ന സൈന്യത്തിൻ്റെ അനിമൽ കണ്ടിജൻറ്റ്, ഇതെല്ലാം തന്നെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ മേഖലയിൽ ഭാരതത്തിൻ്റെ സൈനിക ശക്തി പ്രകടമാക്കുന്നതും ഭാരതം മുൻപോട്ട് വയ്ക്കുന്ന ആശയം, അത് പ്രതിരോധ മേഖലയിലാണെങ്കിലും വ്യവസായ വാണിജ്യ മേഖലയിൽ അത്തരത്തിൽ ഭാരതം മുൻപോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ പ്രകടമാക്കുന്നതുമായിരിക്കും ആ റിപ്പബ്ലിക് ദിന പരേഡ്. റൈറ്റ് ജിഷ്ണു, നമുക്ക് അതിനായി കാത്തിരിക്കാം. ഇനി യാഥാർത്ഥ്യമാണ് ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം മാത്രം ഓർത്തുകൊണ്ട് അശ്വതിയോടുകൂടി, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ് ഈ S-400 ഇപ്പോൾ ജിഷ്ണു വിശദീകരിച്ച ഭാരതത്തിന്റെ സുദർശന ചക്രം എന്ന പ്രതിരോധ കവചം ഏറ്റവും അധികം ഗുണമായിരുന്നു. ഞാനും ജിഷ്ണുവും കൂടി ഡൽഹിയിൽ നിന്ന് അതിർത്തി മേഖലയിലേക്ക് സഞ്ചരിക്കുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പഠാൻകോട്ടിലെത്തിയപ്പോൾ വശത്താകെ ഒരു ആശയക്കുഴപ്പം, എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. പുറത്തു നിന്ന് പോകുന്ന കാറും സ്കൂട്ടറും ബൈക്കും ഒക്കെ നിർത്തിയിട്ട് ആൾക്കാർ മുകളിലേക്ക് നോക്കുന്നു. ഞങ്ങളും നമ്മുടെ വാഹനം, ഡൽഹിയിൽ നിന്ന് പോയ വാഹനം നിർത്തി മുകളിലേക്ക് നോക്കുമ്പോൾ അവർ ഈ പതിവ് ഒരു സാധനം വെച്ചിട്ട് ഉമ്മാക്കി കാണിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ, ഒരു ഡ്രോൺ. ഞങ്ങൾ പോയി നിർത്തിയതിൻ്റെ ഇടതുഭാഗത്തുള്ള മതിൽക്കെട്ടിനകത്താണ് അവിടുത്തെ എയർഫോഴ്സ് ആസ്ഥാനം പഠാൻകോട്ടിലെ. അപ്പോൾ അതിന് മുകളിലേക്കും സൈനിക ആസ്ഥാനങ്ങൾ ലക്ഷ്യമാക്കി ഒട്ടനവധി പല കരുത്തുള്ള ഡ്രോണുകൾ വന്നു. ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് ഇത് വെടിവെച്ച് വീഴ്ത്തിയത്. പക്ഷെ ആ സുദർശന ചക്രം, ആ S-400 ആദ്യമായിട്ടാണ് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമാകുന്നത്. എന്തായാലും നമുക്ക് ഇനി സംസ്ഥാന തലസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ കാണാം. കേരളം എങ്ങനെയാണ് ആഘോഷിക്കുക എന്നുള്ളത് കാണാം. അതിനുശേഷം നമുക്ക് തിരുനാവായയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ മഹോത്സവം നടക്കുകയാണ്. ജനം TV തന്നെയാണത് നിരന്തരമായി തുടർച്ചയായ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.